രാവിലെ ഈ വാർത്ത പുറത്തുവിട്ടതിന് പിന്നാലെ ഇരുപക്ഷവും തെളിവുകൾ നിരത്തി വാർത്താ സമ്മേളന പരമ്പര തന്നെ നടത്തി. കൃഷ്ണകുമാറും ദിയയും ഓഫീസിലെ CCTV ദൃശ്യങ്ങളും മൊബൈൽ ദൃശ്യങ്ങളും പുറത്തുവിട്ടു. സ്വന്തം ഫോണിലെ QR കോഡ് കസ്റ്റമേഴ്സിന് നൽകുന്നത് CCTVയിലുണ്ട്. പൈസ അപഹരിച്ചു എന്ന് ജീവനക്കാരികൾ സമ്മതിക്കുന്നതാണ് മൊബൈൽ വീഡിയോയിലുള്ളത്. ജീവനക്കാരികൾ 8,82,000 രൂപ നൽകിയതിന്റെ രേഖകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ചേച്ചി അതല്ലേ ചേച്ചി ഞാൻ പറഞ്ഞത്, ഒരാൾക്ക് 50,000 വെച്ച് ഞങ്ങൾ ഷെയർ ചെയ്ത് എടുത്തിട്ടുണ്ടെന്ന്, കിട്ടിയിട്ടുണ്ടെന്ന്. ഇത് മാത്രമുണ്ട് 55,000. അതല്ലാതെ 1,000 ടീഷർട്ട് വേറെ കസ്റ്റമേഴ്സിന് വരാൻ പോകുന്നതേ ഉള്ളൂ. കാല് പിടിക്കാൻ ഞങ്ങൾക്ക് വേറെ ചങ്ങായിമാർ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണയുടെ OBI എന്ന് പറയുന്ന സ്ഥാപനത്തിൽ വർക്ക് ചെയ്തിരുന്ന 3 ജോലിക്കാരികൾ കൂടി 68-69 ലക്ഷം രൂപയോളം തട്ടിയെടുത്തു എന്ന് പറയുന്ന വാർത്തയാണ്. ഇപ്പൊ ഈ പറയുന്ന 3 ലേഡീസ് അഥവാ ജീവനക്കാരികൾ ഒരു 20 സെക്കൻഡിന്റെ വോയിസ് ഒക്കെ പുറത്തു വിട്ടിട്ടുണ്ടായി. ഈ ദിയ കൃഷ്ണ അവരെ ഭീഷണിപ്പെടുത്തുന്ന വോയിസ്, തട്ടിക്കളയും അതാണ് ഇതാണ് മാങ്ങയാണ് തേങ്ങയാണെന്നുള്ള വോയിസാണ് അവർ പുറത്തുവിട്ടത്. ആ വോയിസ് കേൾക്കുമ്പോൾ നമുക്ക് ഓൾറെഡി എന്താണ് ഇവൾ ഇങ്ങനെയൊക്കെ പറയുന്നത്, ആ പാവം ജീവനക്കാരികളെ. ഇനി ഈ പറയുന്ന ജീവനക്കാരികൾ പറയുന്നത് പോലെ ദിയാകൃഷ്ണയുടെ ടാക്സ് തട്ടിപ്പിനൊക്കെ വേണ്ടിയുള്ള വല്ല തട്ടിപ്പിന് ഇവർ ഇരയായതാണോ എന്നൊക്കെ ഒരു സംശയം നമുക്ക് തോന്നും. കാരണം ഈ രീതിയിലൊക്കെ ഭീഷണിപ്പെടുത്തുക എന്നൊക്കെ പറയുമ്പോൾ അതും 20 സെക്കൻഡിന്റെ ഒരു വോയിസിൽ കൃത്യമായിട്ട് ദിയാകൃഷ്ണ ഭീഷണിപ്പെടുത്തുന്നതാണ് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞത്. എന്നാൽ ഇതേ ജീവനക്കാരികൾ 3 പേരും കൂടി ഈ 20 സെക്കൻഡിന്റെ വോയിസിന്റെ പൂർണ്ണ രൂപം ഒരു 6.58-57 സെക്കൻഡോളമുള്ള വോയിസ് ഇപ്പോൾ പുറത്തു വിട്ടിട്ടുണ്ട്. ആ വോയിസ് അല്ലെങ്കിൽ ആ വീഡിയോ കാണുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും, ദിയാകൃഷ്ണയുടെ ഭാഗത്ത് ഒരു തരത്തിലുള്ള തെറ്റില്ല. താൻ അധ്വാനിച്ചല്ല, തൻ്റെ കഷ്ടപ്പാട്, തൻ്റെ വിശ്വാസം ഇതൊക്കെ നശിപ്പിച്ച 3 സ്ത്രീകളോട് അല്ലെങ്കിൽ 3 ജീവനക്കാരികളോട് അത്രത്തോളം മാന്യമായിട്ടാണ് സത്യം പറഞ്ഞ ദിയാകൃഷ്ണ സംസാരിച്ചിരുന്നത്. കാരണം 68-69 ലക്ഷം രൂപയോളം തട്ടിയെടുത്തിട്ട് അതിനെ ന്യായീകരിക്കാൻ, അതിന് മാപ്പ് പറയാനൊക്കെ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ആ തെറ്റ് തെളിവുകളെല്ലാം വെച്ചിട്ടാണ് ദിയാകൃഷ്ണ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴും ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഇത്രയും ചെയ്തിട്ടുള്ളൂ, ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കുന്നത് കാണുമ്പോൾ ആർക്കായാലും പൊട്ടിത്തെറിക്കും. മുൻപേ കിട്ടിക്കുന്ന അടിച്ച് കാരണം പോയിക്കാനൊക്കെ തോന്നും. അപ്പോൾ ദിയാകൃഷ്ണ പറഞ്ഞതിൽ അവരൊന്നും ഞാൻ തെറ്റ് പറയുന്നില്ല. കാരണം ഇതൊക്കെ ആവശ്യമാണ് ആ 3 ജീവനക്കാരികൾക്കും. എന്തായാലും അവർ ആ പൂർണ്ണമായി വിട്ടേക്കുന്ന വോയിസ് നമുക്കൊന്ന് കേട്ടോക്കാം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ശ്രമിക്കുക. കൂടെ നിങ്ങൾ ഈ വോയിസ് അല്ലെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഞാൻ പറയുന്ന എൻ്റെ അഭിപ്രായങ്ങൾ തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ പറയുക, നമ്മൾ തിരുത്തുന്നതായിരിക്കും. ആദ്യം നമുക്ക് ആ വോയിസിന്റെ പൂർണ്ണ രൂപം കേട്ടോക്കാം. അതിലേക്ക് പോവുകയാണ്. ട്രാൻസാക്ഷൻസ് മുഴുവൻ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിനകത്തൂടെ പുറത്തുവിട്ടു. മനസ്സിലായി? 3 പേർക്ക് ക്ഷീണിക്കാൻ പറ്റാത്ത വകുപ്പ് ഞാൻ ചെയ്യും. മനസ്സിലായില്ലേ? എത്ര രൂപയാണ് പറ്റിച്ചിരിക്കുന്നത് ദിവ്യ ചേച്ചി? അത് നേരത്തെ ഓപ്പൺ ആയിട്ട് തുറന്ന് പറഞ്ഞതല്ലേ. വിളിച്ചാണല്ലോ ചേച്ചി, നിങ്ങളെ വിളി നിർത്തിക്കോ, പല്ലടിച്ചാ പൊട്ടിക്കും. എന്നെ അറിഞ്ഞൂടാ നിങ്ങൾക്ക്. നിങ്ങളോട് നിങ്ങൾ സത്യം പറയാലോ, നിങ്ങൾ എന്റെ മാന്യമായ സൈഡ് മാത്രമേ ഇതുവരെ കണ്ടിട്ടുള്ളൂ. എന്റെ മാന്യമായ സൈഡ് മാത്രം നിങ്ങൾ കണ്ടുള്ളൂ. എനിക്കൊരു പബ്ലിക് ഇമേജ് ഉള്ളതുകൊണ്ട് ഞാൻ മെയിൻറ്റെയിൻ ചെയ്തതാണ്. നിങ്ങളെക്കാൾ താറ സൈഡ് എനിക്കുണ്ട്. ഞാനത് കാണിപ്പിച്ചു. നിങ്ങളെക്കാൾ താറ സൈഡ് എനിക്കുണ്ട്. പക്ഷെ അത് കട്ടുമോട്ടിച്ചു അല്ല ചെയ്യുന്നത്. മനസ്സിലായില്ലേ? കട്ടുമോട്ടിച്ച് ഞാൻ ജീവിച്ചിട്ടില്ല. എനിക്കൊന്നും കേൾക്കാൻ വയ്യ. എന്നെ സൂചിച്ചത് ഞാൻ പോകുന്നു പറ. ചേച്ചി അതല്ലേ ചേച്ചി ഞാൻ പറഞ്ഞത്, ഒരാൾക്ക് 50,000 വെച്ച് ഞങ്ങൾ ഷെയർ ചെയ്ത് എടുത്തിട്ടുണ്ടെന്ന്, കിട്ടിയിട്ടുണ്ടെന്ന്. ഇത് മാത്രമുണ്ട് 55,000. ലേശം ഉളുപ്പുണ്ടായി നാറുകൾക്ക്. അല്ല, അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ഒരാൾ 55 അല്ലെങ്കിൽ 50 വെച്ച് എടുത്തുള്ളൂ എന്ന് വെച്ചാൽ 3 പേര് കൂടി 1.5 ലക്ഷം രൂപ എടുത്ത് അവിടെ സമ്മതിക്കുകയാണ്. ഒന്ന് ഓർത്തോക്കിയാൽ. പിന്നെ ഇതിൽ ദിയാകൃഷ്ണ വളരെ മാന്യമായിട്ടാണ് സംസാരിക്കുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ഇവരോടൊന്നും ഇങ്ങനെയല്ല സംസാരിക്കുന്നത്. തൻ്റെ കഷ്ടപ്പാട്, തൻ്റെ വേർപ്പാണ് ഇവർ ഈ കട്ട് മോഷ്ടിച്ചത്. എന്നിട്ട് തെളിവായിട്ട് എന്ന് വെച്ചാൽ ഇവരുടെ ഭാഗം ന്യായീകരിക്കാൻ വേണ്ടി, ഈ 3 കള്ളികളുടെ ഭാഗം ന്യായീകരിക്കാൻ വേണ്ടി അവരെടുത്തിട്ട വോയിസാണ് സത്യം പറഞ്ഞാൽ അവർക്ക് തന്നെ തിരിച്ചടി ആയിക്കൊണ്ടിരിക്കുന്നത്.
ഇതിൽ ഇവർ തന്നെ സമ്മതിക്കേണ്ട ഇവർ മോഷ്ടിച്ചിട്ടുണ്ടെന്ന്, ഇവർ ചതിച്ചിട്ടുണ്ട്, പറ്റിച്ചിട്ടുണ്ടെന്ന് ഇവർ തന്നെ സമ്മതിക്കേണ്ടത്. പിന്നെ ഇത് ദിയാകൃഷ്ണ പറയുന്നു. ഇതിൽ കൂടുതൽ എന്താണ് തെളിവ് വേണ്ടത്? ഈ പറയുന്ന ദിയാകൃഷ്ണ ഇവർ ഈ പറയുന്ന പോലെ തന്നെ അവരുടെ സ്ഥാപനത്തിൽ ഈ വരുന്ന കസ്റ്റമേഴ്സിന് സ്വന്തം ഫോണിൽ നിന്ന് QR കോഡ് എടുത്ത് കാണിക്കുന്നതും അതേപോലെ തന്നെ പലരുടെയും നിന്നും കാശിന്റെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ എടുത്ത് ദിയാകൃഷ്ണ കാണിക്കുന്നുണ്ട്. കാരണം അവരെ തെളിവുണ്ട്. സത്യം പറഞ്ഞാൽ തെളിവ് വെച്ചിട്ടാണ് ദിയാകൃഷ്ണ സംസാരിക്കുന്നത്. ഈ വോയിസ് പുറത്തു വന്നതിന് ശേഷം എന്തിനാ ഇനി പ്രത്യേകിച്ച് തെളിവുകൾ? കാരണം ഈ കള്ളികൾ തന്നെ സ്വയം സമ്മതിക്കുന്നുണ്ട്, അവർ ചെയ്തിട്ടുണ്ട്, അവർ ഇങ്ങനെ പണം പിരിച്ചെടുത്തിട്ടുണ്ട് എന്നൊക്കെ ഇവർ തന്നെ സമ്മതിക്കുന്നുണ്ട്. ഇതിൽ കൂടുതൽ എന്താണ് തെളിവ് വേണ്ടത്? സത്യം പറഞ്ഞാൽ ദിയാകൃഷ്ണ ഇത്ര ഒന്നല്ല ചെയ്യേണ്ടത് അല്ലേ? എനിക്ക് തോന്നണേ കുറെ വീഡിയോസ് ദിയാകൃഷ്ണക്കെതിരൊക്കെ ചെയ്തിട്ടുണ്ട്. അവർ ഈ പറയുന്ന OBOC എന്ന് പറയുന്ന സ്ഥാപനത്തിനെതിരെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, ദിയാകൃഷ്ണക്കെതിരെ ചെയ്തിട്ടുണ്ട്, ഈ പറയുന്ന അവരുടെ അച്ഛനെതിരെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ ഒരു വിഷയത്തിൽ സത്യം പറഞ്ഞാൽ ദിയാകൃഷ്ണനെയും ആ ഫാമിലിയൊക്കെ സപ്പോർട്ട് ചെയ്യണേ വേണ്ടത്. ഇവരുടെ ഭാഗത്ത് തെറ്റുണ്ട്, ദിയാകൃഷ്ണയുടെ ഒക്കെ ഭാഗത്ത് തെറ്റുണ്ട്. കാരണം ഇങ്ങനെ ഒരു സ്ഥാപനം റൺ ചെയ്യുന്നു, തട്ടിച്ച് തന്നെ 68-69 ലക്ഷം രൂപ തട്ടിച്ചിട്ടുണ്ടെങ്കിൽ എത്രത്തോളം അവിടെ വരുമാനം കിട്ടണ്ടാവും ആ സ്ഥാപനത്തിന്. അപ്പം അത്രയും വരുമാനം കിട്ടുന്ന ഒരു സ്ഥാപനം ആവുമ്പോൾ അവർ കൃത്യമായിട്ട് തന്നെ അതിൻ്റെ എല്ലാ കാര്യങ്ങളും അതിൻ്റെ പിന്നിൽ കൂടി തന്നെ നടക്കണം. എന്തൊക്കെ കാര്യം ഇപ്പോൾ ഈ പറഞ്ഞ പ്രഗ്നൻ്റ് ആണ്, 5ാം മാസമാണ്, അപ്പം അതിൻ്റെതായ കുറേ സീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിരുന്നാൽ പോലും കൃത്യമായിട്ട് അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകളും കണക്കും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ നോക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ കുറേ തുരപ്പന്മാരുണ്ട്, നമ്മൾ പോലും അറിയാതെ നമ്മുടെ കാൽ കീഴിൽ നിന്ന് തുരന്നെടുക്കുന്ന കുറേ എണ്ണം. അതെല്ലാ സ്ഥാപനങ്ങളിലും ഉണ്ടാവും ഇതേപോലെ കുറേ എണ്ണം. അപ്പം നമ്മൾ തന്നെ അതിനെക്കുറിച്ച് ഒന്ന് കെയർഫുൾ ആകണമായിരുന്നു. ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പക്ഷെ ഈ കാണിച്ച ഈ കള്ളികളെ 3 എണ്ണത്തിനും വെറുതെ വിടാൻ പാടില്ല. സത്യം പറഞ്ഞാൽ ദിയാകൃഷ്ണൻ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്, ഈ പറയുന്ന കള്ളികളൊക്കെ സംഭവിക്കുന്നുണ്ട്. ഇവർക്കൊരു വിവരമില്ലേ? കാരണം സ്വയം കുഴി തന്നെ ഇവരിങ്ങനെ വെട്ടിയത് എന്തിനാണെന്ന് എനിക്കറിയാത്ത. ഈ വോയിസ് ഇവരെന്തിനാ പുറത്തു വിടുത്തിട്ട് ഇപ്പൊ സ്വയം കള്ളികളാവാണ്. ബോധം എന്നൊരു സാധനം ഇല്ല നിങ്ങൾക്ക്. പൂർണ്ണമായി കേട്ടു നോക്ക്. നിങ്ങൾ പറയുന്ന മൊത്തം അല്ല ഒരു പേയ്മെന്റ് 55 ഉണ്ടെന്ന് പറയുന്നു. ചേച്ചി അതല്ലേ ചേച്ചി ഞാൻ പറഞ്ഞത്, ഒരാൾക്ക് 50-50 വെച്ച് ഞങ്ങൾ ഷെയർ ചെയ്ത് എടുത്തിട്ടുണ്ടെന്ന്, കിട്ടിയിട്ടുണ്ടെന്ന്. ഇത് മാത്രം ഉണ്ട് 55,000. അതല്ലാതെ 1000 ടീഷർട്ട് വേറെ ഇനി വേറെ കസ്റ്റമേഴ്സിന് വരാൻ പോകുന്നതേ ഉള്ളൂ. അതും കൂടെ വന്ന് കളക്ട് ചെയ്തിട്ടേ ഞാൻ ഈ വീട്ടിൽ നിന്ന് വട്ടിയൂർക്കാവ് സ്റ്റേഷനിലോട്ട് പോകുന്നുള്ളൂ. അതിന് മുന്നേ നിങ്ങൾ ചാവയോ നിങ്ങൾ മുമ്പയോ നിങ്ങൾ എന്താന്ന് വെച്ചാൽ എനിക്കറിയണ്ട. നിങ്ങളുടെ 3 പേരുടെ ജീവിതം ജീവനോട് നിങ്ങളുണ്ടെങ്കിൽ കൊലയ്ക്കാൻ ഞാൻ റെഡിയാണ്. ഞാൻ ഗർഭിണി, എന്റെ കോപ്പ് കുറച്ചൊക്കെ തീർന്നു. അത് ഇന്ന് ഉച്ചവരെ, മനസ്സിലായില്ലേ? ഇന്ന് ഉച്ചവരെ ഉള്ളൂ എനിക്കത്. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളത് ഞാൻ കാണിച്ചു തരും. നിങ്ങൾ എന്നെ പറ്റിച്ചില്ലേ? അണ്ടർഗ്രൗണ്ട് കൂടെ നിങ്ങൾ എന്നെ പറ്റിച്ചില്ലേ? നാട് മുഴുവൻ അറിയുന്ന പോലെ നിങ്ങളെ ഞാൻ ഒരു പറ്റിക്കാൻ പോവാണ്. ഞാൻ കൂട്ടാൻ പോവുകയാണ്. മനസ്സിലായില്ലേ? മൊത്തം കുടുംബം ഇറങ്ങിയിരുന്നോ? മണ്ണെണ്ണ എടുത്ത് ഒഴിച്ചുകൊണ്ടിരുന്നോ? മനസ്സിലായില്ലേ? വളരെ മോശപ്പെട്ട ഒരാളുമായിട്ടാണ് നിങ്ങൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് കളിക്കാൻ. വളരെ മോശപ്പെട്ട ആളാണ് നിങ്ങൾ ഇറങ്ങി. മനസ്സിലായില്ലേ? ഒരു പെണ്ണാണ് ഞാനെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്നെ വായിട്ട് ഒരച്ച് നിങ്ങൾ കുറച്ചാൾ മഴ തിരിഞ്ഞിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. കേട്ടാ ചേച്ചി സോറി. ചേച്ചി സോറിയല്ല, മനസ്സിലായില്ലേ? സോറി ആർക്ക് സോറി? ആർക്കതായി സോറി പറയണം? ആർക്ക് തന്നെ സോറി തന്നിട്ടല്ലോ. എഴുതി വെച്ചോ. യൂട്യൂബ് ചാനലിലൂടെയും പോലീസ് സ്റ്റേഷനിലൂടെ നിങ്ങളുടെ ഞാൻ ഫ്യൂച്ചർ തൊലിക്കും. യൂട്യൂബിലൂടെ നിങ്ങളുടെ ഫുൾ ഇമേജ് ഞാൻ തൊലിക്കും. നിങ്ങൾക്ക് ലോകത്തെവിടെയും പോവാൻ പറ്റാത്ത രീതിയിൽ ഞാൻ പച്ചത്തെറി വിളിക്കട്ടെ, പച്ചത്തെറി. പിന്നെ അങ്ങനെ വിളിക്കാതിരിക്കും. കുറച്ചത് പൈസ ഒന്നല്ല പൂജിച്ചത്. ഇവരൊന്നും അണ്ടർഗ്രൗണ്ട് വഴി പറ്റിച്ചില്ലായിരുന്നു. സത്യമാണ്. വിശ്വസിച്ച് ഒരു സ്ഥാപനത്തിൽ 3 പേരെ ജോലി കയറി വിശ്വസിച്ച് അവരോടുള്ള വിശ്വാസത്തിലാണ് ഇത്രയും. എന്ന് വെച്ചാൽ ഈ കാര്യങ്ങൾ, ഈ കണക്കും കാര്യങ്ങളൊന്നും ഇങ്ങനെ അധികം അതിനെക്കുറിച്ച് ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്. അത്രത്തോളം ആ 3 പണിക്കാരെയല്ല ജോലിക്കാരെയും വിശ്വസിച്ചുകൊണ്ടാണ്. ആ വിശ്വസിച്ചവർ തന്നെ ഇതേപോലുള്ള ആപ്പ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ തെറി വിളിക്കാതിരിക്കും? ദിയാകൃഷ്ണ പറയുന്നുണ്ട് നാറ്റിക്കുന്നു. സത്യമാണ്. ഇപ്പം നാറിയിട്ടുണ്ട്, ഇല്ലെന്നല്ല. എന്നിട്ട് ന്യായീകരിക്കാൻ ഇവർ കുറേ പേർക്ക് ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. ന്യായീകരിക്കാൻ ഇവർ ചെയ്ത തെറ്റിന് ന്യായീകരിക്കാൻ എങ്ങനെയാണ്? ജാതിയുടെ പേരൊക്കെ പറഞ്ഞിട്ട് ജാതിക്കാരുടെ ഇറക്കാം. കാരണം കൃഷ്ണകുമാറിനെതിരെ ഇങ്ങനെ ജാതിയുടെ പേരിലൊക്കെ കാർഡുകൾ ഇറങ്ങിയിട്ടുണ്ടല്ലോ. ഇങ്ങനെ താഴ്ന്നവർ ഉയർന്നവർ അങ്ങനെയുള്ള രീതിയിൽ കൃഷ്ണകുമാറിന് ചിന്തയുണ്ട്, മക്കൾക്ക് ചിന്തയുണ്ട് എന്നൊക്കെ രീതിയിലുള്ള കുറേ പ്രശ്നങ്ങൾ ഇതിനു മുമ്പ് നടന്നിട്ടുണ്ട്. അപ്പം ആ രീതിയിൽ കൂടി ഈ ന്യൂസിനെ അല്ലെങ്കിൽ ഈ വാർത്തയെ അല്ലെങ്കിൽ ഈ വിഷയത്തെ തിരിച്ചു വിടാൻ ശ്രമിക്കേണ്ടി വരും. വലിയ പുള്ളികളാണ്. എവിടെയും പോവാൻ പറ്റാത്ത രീതിയിൽ ഞാൻ ആക്കും. മനസ്സിലായല്ലോ? ലൈഫിൽ നിങ്ങൾ ആരും വാട്സാപ്പിൽ പ്രൊഫൈൽ പിക്ചർ ഇടൂല. അത് ഇന്ന് നിങ്ങൾ നിർത്തും. ഇന്നത്തോടെ നിങ്ങളുടെ അവസാനത്തെ പ്രൊഫൈൽ റിമൂവിംഗ് ആണ്. ഇന്നത്തോടെ
ആൾക്കാരെ മുഖം കാണിക്കാൻ പറ്റാതെ നിങ്ങൾ ജീവിക്കും. മനസ്സിലായില്ലേ? മനസ്സിലായല്ലോ? നിങ്ങളെ കാരണം കുറെ കാലം ഞാൻ അനുഭവിച്ചു. അതൊക്കെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ കെഞ്ചി ഞാൻ പറഞ്ഞു. ഞാൻ അത്ര അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഇങ്ങനെ മിസ്റ്റേക്സ് കാണിക്കല്ലേ, പ്ലീസ് 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 എന്ന് ഞാൻ പറഞ്ഞു. നിങ്ങളോട് കോമഡി പറഞ്ഞു നോക്കി, നിങ്ങൾ അനിയത്തിമാരെ പോലെ കണ്ടു നോക്കി. ഞാൻ നിങ്ങളോട് ഞാൻ അങ്ങോട്ട് സോറി പറഞ്ഞു നോക്കി. ഇതൊക്കെ ഞാൻ ചെയ്തിട്ട് എന്നോട് നിങ്ങൾ ചെയ്ത് എന്താണ്? നിങ്ങൾ എന്താ എന്നോട് ചെയ്ത്? പിന്നെ ഈ പറഞ്ഞ കസ്റ്റമർ, ഇപ്പൊ ദിവ്യക്ക് അയച്ചിരിക്കുന്ന കസ്റ്റമർ, അവരെനിക്ക് മൊഴി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാര്യം അവരത് എനിക്ക് തരുന്നു എന്നുള്ള വിശ്വാസത്തിലാണ് ഈ പൈസ തന്നിരിക്കുന്നത്. അവരുടെ എല്ലാ പാർസൽസും ഞാൻ അറിയാതെ ഓഫീസിൽ നിന്ന് സ്റ്റോക്ക് പോയിരിക്കുകയാണ്. തന്റെ അച്ഛൻ എടുത്ത സ്റ്റോക്കാണോ ദിവ്യ അത്? തന്റെ അച്ഛൻ മൈസൂരിൽ പോയിട്ട് ഉണ്ടാക്കിയ സ്റ്റോക്കാണോ അത്? പറ ദിവ്യ, താൻ ട്രെയിൻ കയറി മൈസൂരിൽ പോയി എടുത്ത സ്റ്റോക്കാണോ അത്? അല്ല, പിന്നെ ആരോട് ചോദിച്ചിട്ട് അത് വിറ്റത്? അത് ആരോട് ചോദിച്ചിട്ട് ദിവ്യ വിറ്റു? 55,000 രൂപയുടെ സ്റ്റോക്ക് ആരോട് ചോദിച്ചിട്ട് ആ കസ്റ്റമറിന് വിറ്റു? എന്നോട് ചോദിച്ചോ? അശ്വിനോട് ചോദിച്ചോ? ആരോട് ചോദിച്ചു? പറ. ഇത്രയും നേരം അശ്വിൻ സത്യം പറ സത്യം പറ സത്യം പറന്ന് മാന്യമായിട്ടാണോ നിന്നോട് ചോദിച്ചുകൊണ്ടിരുന്നേ? മാന്യമായിട്ടാണോ ദിവ്യ ചോദിച്ചുകൊണ്ടിരുന്നേ? തന്റെ വായിക്കാൻ ചേച്ചി അതല്ലേ ചേച്ചി പറഞ്ഞത് 50-നകത്ത് ഒരാൾ വെച്ച് എടുത്തിട്ടുണ്ട്. 50ന്റെ നേരിട്ടുണ്ടായിരുന്നെങ്കിലുണ്ടല്ലോ ചെപ്പാടിച്ച പൊട്ടിച്ചന 50ന്റെ അകത്ത് നീ പറഞ്ഞ നീ ഇനി 50-നകത്തുനിന്ന് പറഞ്ഞ വിവരം അറിയും. പൊന്നാര മോളെ, നീ വിവരം അറിയും. മനസ്സിലായില്ലേ? നീ ഉണ്ടല്ലോ ഈ കോളൊക്കെ നീ സത്യം പറഞ്ഞാൽ ദിയാക്ക് അറിയാം ഈ കോഡ് റെക്കോർഡ് ചെയ്യുന്നത്. ഇത് പറയണ്ടേ, ലാസ്റ്റ് പറഞ്ഞിട്ടില്ലേ ഈ കോളൊക്കെ നീ റെക്കോർഡ് ചെയ്താൽ എനിക്ക് പുല്ലാണ്. ഇവർ സ്വയം സമ്മതിക്കാണ് 50 വെച്ചിട്ട് ഞങ്ങൾ 50-നകത്ത് വെച്ചിട്ട് ഞങ്ങൾ 3 പേരും കൂടി എടുത്തു. അതേത് ഒരു ഡെലിവറി തന്നെ എന്തോ 50,000 മേലെ അത്രയും രൂപയുടെ ഇത് ചെയ്തിട്ടുണ്ട്. അതുപോലെ എത്രയൊക്കെ ഇവർ ചെയ്യുന്നുണ്ട്. അതിനൊക്കെ തെളിവുകളുണ്ട്. സത്യം പറഞ്ഞാൽ ദിയാകൃഷ്ണൻ അറിയുന്ന തന്നെ ഈ ദിയാടെ സിസ്റ്ററിൻ്റെ എന്തോ ഫ്രണ്ടിന് ഇതേപോലെ ഒരു ഓർണമെന്റ്സ് കിട്ടി. അതിൻ്റെ പൈസ ഈ പറയുന്ന സ്റ്റാഫുകളുടെ അക്കൗണ്ടിൽ ഇടാൻ പറഞ്ഞു. അത് ഇട്ട് കഴിഞ്ഞതിന് ശേഷം ദിയാനെ വിളിച്ച് കോൺടാക്ട് ചെയ്ത് ചോദിച്ചു എന്തെന്ന്, നിങ്ങൾക്ക് ഈ പൈസ വന്നു എന്ന്. അങ്ങനെ ഒരു സംശയം വന്നപ്പോൾ അല്ലെങ്കിൽ ചോദ്യം വന്നപ്പോൾ ദിയാകൃഷ്ണൻ ഇതേപോലെ തന്നെ ഈ വിഷയം നടക്കുന്ന സമയത്ത് ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇടുകയാണ്, ഇതുപോലെ ആരെങ്കിലും എൻ്റെ സ്റ്റാഫിന് പൈസ അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് കോൺടാക്ട് ചെയ്യും. അത് കണ്ടപ്പോൾ തന്നെ ഈ പറയുന്ന സ്റ്റാഫുകൾ ദിയാനോട് ചോദിച്ചാൽ എന്തുകൊണ്ടാണ് ചേച്ചി ഇങ്ങനെയൊക്കെ ചോദിച്ചതെന്നൊക്കെ ചോദിച്ചെങ്കിൽ പോലും പിന്നെ ഓരോരുത്തർ സ്ക്രീൻഷോട്ടുകൾ വിട്ടിട്ടുണ്ടെങ്കിൽ ക്യാഷ് അയച്ചു കൊടുത്തില്ല. അങ്ങനെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഈ പറയുന്ന 3 കള്ളികളുടെ എടുത്തു കഴിഞ്ഞപ്പോൾ അതിൽ ലക്ഷങ്ങൾ വന്നിട്ടുണ്ട്. മനസ്സിലായില്ലേ? ലക്ഷങ്ങൾ വന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് ഇവർക്ക് മനസ്സിലായി 68-69 ലക്ഷം രൂപയോളം ഇവർ തട്ടിയെടുത്തത്. ഒന്ന് ഓർത്ത് നോക്കിയാൽ 1-2 അതും ദിയാകൃഷ്ണ പറഞ്ഞിട്ടില്ലേ, പെങ്ങളെ പോലെ കണ്ടതാണ്, സിസ്റ്റേഴ്സിനെ പോലെ കണ്ടതാണ്. അങ്ങനെയുള്ളവരിൽ നിന്നാണ് ഇത്ര വലിയ ചതി ഉണ്ടായേക്കുന്നത്. അതേപോലത്തെ പറയുന്നത് മാന്യമായിട്ട് സംസാരിച്ചിട്ട് മാന്യമായിട്ട് ഇതിനെക്കുറിച്ച് ചോദിച്ചിട്ട് ഇവർ ആൻസർ പറയാതെ ആയപ്പോഴാണ് ദിയാകൃഷ്ണ ഈ രീതിയിൽ സംസാരിച്ചേക്കുന്നത്. ഇവർ പറഞ്ഞല്ല ഭീഷണിപ്പെടുത്തിയത്. എങ്ങനെയാണ് സംസാരിക്കാതെ അല്ലെങ്കിൽ എങ്ങനെ തെറി വിളിക്കാണ്ടിരിക്കുന്നത്? അമ്മാതിരി പരിപാടിയല്ല ഇവർ കാണിച്ചത്. എന്തായാലും ഇതിലൊന്നും ദിയാകൃഷ്ണനെ അല്ലെങ്കിൽ അവരുടെ ഫാമിലിയൊന്നും കുറ്റപ്പെടുത്താൻ ഒട്ടും പറ്റൂല. കാരണം അവരുടെ ഭാഗത്ത് ന്യായമുണ്ട്. 50-നകത്ത് ഒരാൾ വെച്ച് എടുത്തിട്ടുണ്ട്. നേരിട്ടുണ്ടായിരുന്നെങ്കിലുണ്ടല്ലോ ചെപ്പാടിച്ച പൊട്ടിച്ചന 50ന്റെ അകത്ത് നീ ഇനി 50-നകത്തുനിന്ന് പറഞ്ഞ വിവരം അറിയും. പൊന്നാര മോളെ, നീ വിവരം അറിയും. മനസ്സിലായില്ലേ? നീ ഉണ്ടല്ലോ ഈ കോളൊക്കെ നീ റെക്കോർഡ് ചെയ്യോ എന്ത് കുന്തം ചെയ്ത് നീ പുറത്തു വിട്ടാൽ എനിക്ക് പ്രശ്നമല്ല. മനസ്സിലായില്ലേ? കാര്യം ഈ കേസിലുണ്ടല്ലോ എന്റെ സൈഡിൽ ഫുള്ള് തെളിവാ. മനസ്സിലായില്ലേ? മൊത്തം തെളിവ് എന്റെ കയ്യിൽ ഇരിക്കുകയാണ്. പിന്നെ പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരാളെ മാനസികമായി നിങ്ങൾ പീഡിപ്പിച്ചു. ഞാൻ അതിനും നിങ്ങളുടെ പേര് കേസ് കൊടുക്കുന്നുണ്ട്. എന്നെ കൊച്ചിനെ അത് അഫക്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു നിങ്ങളെ കാരണം. ട്രിപ്പ് എടുത്ത് കിടക്കുമായിരുന്നു നിങ്ങളെ കാരണം. മനസ്സിലായില്ലേ? ഞാൻ എല്ലാത്തിനും നിങ്ങളെ കൊണ്ട് എണ്ണിപ്പിക്കും ദിവ്യ. പ്രത്യേകിച്ച് ദിവ്യ ഈ ഇത്ര നേരം നമ്മൾ ചോദിച്ചിട്ടും ഇതിലൊരൊറ്റ സ്ക്രീൻഷോട്ട് നീ എനിക്ക് അയച്ചെന്നില്ലൂടി. എന്നിട്ട് എന്താ നീ പറഞ്ഞ പങ്കിട്ടെടുത്തുന്നാ? ഒരൊറ്റ അടി വെച്ചില്ല പങ്കിട്ടെന്നെങ്കിൽ നീ പറഞ്ഞ കേട്ടല്ലോ. നീ ഒരടിക്കുള്ളതേ നീ ഉള്ളൂ കേട്ടല്ലോ. ഒരൊറ്റ അടിക്കുള്ളതേ നീ ഉള്ളൂ. അതിന് ഞാൻ വിചാരിച്ചാ മതി, വേറെ ആരും വിചാരിക്കണ്ട. പോലീസൊന്നും ഞാൻ ഒരൊറ്റ അടിക്കുള്ളതേ നീ ഉള്ളൂ. മനസ്സിലായല്ലോ? മനസ്സിലായോ ഇല്ലയോ ദിവ്യക്ക്? മനസ്സിലായോ? ആ നീ നാളെ
പോലീസ് സ്റ്റേഷനിൽ വാ, പോലീസ് സ്റ്റേഷനിൽ എന്നെ ആരും സഹായിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ ഒറ്റയ്ക്ക് ഓട്ടോ പിടിച്ചിട്ടായാലും ഞാൻ പോയി കേസ് കൊടുത്തിരിക്കും. കാര്യം ഇതിന് എനിക്കൊരു ഉത്തരം വേണം. നിനക്കൊക്കെ എന്തോന്ന് മിനി സ്റ്റേഷനിൽ തരാൻ പറ്റൂലല്ലേ? കാര്യം എന്ത് എനിക്കല്ലേ എത്ര ഹോൾസെയിൽ പർച്ചേസസ് അവിടെ വന്നെന്നുള്ളതിന് എനിക്ക് അറിഞ്ഞേ പറ്റൂ. മനസ്സിലായില്ലേ? ഡെയിലി നീയൊക്കെ പറയില്ലേ സോൾഡ് ഔട്ട് ആയി ചേച്ചി, സോൾഡ് ഔട്ട് ആയി ചേച്ചി. കണ്ടവരുടെ പാർസൽ അയച്ച് വിട്ടിട്ടാണ് സോൾഡ് ഔട്ട് ആവുന്നേ. മനസ്സിലായില്ലേ? ആണോ അല്ലയോ ദിവ്യ? ആണോ അല്ലയോ? വാ തുറക്ക, വാ തുറക്ക. കാല് പിടിക്കാൻ ഞങ്ങൾക്ക് വേറെ എന്റെ കാലങ്ങൾ തൊട്ടോടടി പെണ്ണെ കൈ അരിഞ്ഞ് ഞാൻ പട്ടിക്കിട്ട് കൊടുക്കും. എന്റെ കാലത്തിന്റെ അടുത്ത് വരാൻ നിനക്കൊന്നും പറ്റില്ലോടി. നാറിയ കേസുകള് കാല തൊട്ട കൊന്നോളെ ഞാൻ. നിനക്ക് അറിഞ്ഞൂടാ കേട്ടല്ലോ. നിനക്ക് ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? സത്യം പറഞ്ഞാൽ എനിക്ക് ഇതൊന്നും പോരാ. ഈ പറയുന്ന കള്ളികൾക്ക് ഇതൊന്നും പോരാ. സത്യം പറഞ്ഞാൽ ഇവരെ തോലുലിക്കണം. ഇനി മഴ ചെയ്യുക. കാരണം നമ്മൊരു സ്ഥാപനത്തിൽ നമ്മൾ ജോലിക്കാരെ വെക്കുന്നത് നമ്മൾ വിശ്വസിച്ചിട്ടാണ് വെക്കുന്നത്. ആ വിശ്വാസമാണ് അവർ മുതലെടുക്കുന്നത്. ഒന്ന് ഓർത്തേക്ക്. ഇപ്പം ഞാൻ ഒരുപാട് സ്ഥാപനത്തിൽ ജോലി ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. നമ്മുടെ സ്ഥാപനത്തിലും നമ്മളെ ഈ ഓണർമാരെ നമ്മളെ വിശ്വസിക്കുന്നതാണ്. നമ്മളെ വിശ്വസിച്ചിട്ടാണ് സ്ഥാപനത്തിൽ. പണ്ട് പറഞ്ഞ കേട്ടല്ലേ, നമ്മളെ ജോലി ചെയ്യുന്ന സമയത്ത് കള്ളക്കൈ വെച്ചിട്ട് സ്ഥാപനം മുടിഞ്ഞു എന്നാണ് പറയുന്നത്. ഇതൊന്നും 2 ലക്ഷമല്ല, 68-69 ലക്ഷം രൂപയോളാണ് പറ്റിച്ചേക്കണത്. പിന്നെ ഇവരെ പേര് ഈ കള്ളികളെ മാത്രമല്ല കക്കാൻ കാരണം എന്താണ്? അതിൻ്റെ ഓണർമാർക്ക് അതിൻ്റെതായ ഒരു പിടിപാടില്ലാത്തതുകൊണ്ടാണ്. മനസ്സിലായില്ലേ? അതും ദിയാകൃഷ്ണന്റെ ഭാഗത്തുണ്ട്. കാരണം ഇത്രയും ബിസിനസ് നടക്കുന്ന ഒരു സ്ഥാപനവും അതിനെ കൃത്യമായിട്ട് തന്നെ നോക്കണം. പണമാണ് കണ്ടു കഴിഞ്ഞാൽ ഈ മറ്റേ ചക്കേരി ചേർക്കുന്നത് അതേപോലെയാണ്. പണം കണ്ടതിനെ കൈ ഇറക്കും ചില നാറുകൾക്ക്, അവർ കക്കുകയും ചെയ്യും. അപ്പം അതിനുള്ള സാഹചര്യം നമ്മൾ ഇല്ലാണ്ടിരിക്കുക. ഇവിടെ CCTV കാര്യങ്ങളും ഉണ്ട്. എന്നാൽ പോലും നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പം ഇവർ 68 ലക്ഷം രൂപ പറ്റിച്ചിട്ട് ഇവർ 8 ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞപ്പോൾ അത് ഓക്കെ ഇത്ര മതി എന്ന രീതിയിൽ ആ വിഷയം വിട്ടു എന്നൊക്കെ പറയാനായിട്ട് കൃഷ്ണകുമാറൊക്കെ. അതിൻ്റെ ലോജിക്കാണ് മനസ്സിലാവാത്തത്. 68 ലക്ഷം രൂപ 69 ലക്ഷം രൂപ പറ്റിച്ചിട്ട് 8 ലക്ഷം രൂപ കിട്ടിക്കഴിഞ്ഞപ്പോൾ അത് ഓക്കെ എന്ന് പറഞ്ഞാൽ അതിനെ വിട്ട് കളഞ്ഞു എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. എന്തായാലും വരും ദിവസങ്ങൾ നമുക്ക് എല്ലാ വിഷയങ്ങളെ കുറിച്ച് അറിയാം. എന്തായാലും സ്വയം വെട്ടിയ ചില തിരുമണ്ടികളെ കാണിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തത്. എന്തായാലും അടുത്ത വീഡിയോയുമായി നമുക്ക് കാണാം. മറ്റൊരു വിഷയവുമായി കാണുമ്പോഴേക്കും ബൈ.